ഹായ്, ഇറ്റ്സ് മീ ജാസിരാജ, മൈൻഡ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ എട്ടാമത്തെ ദിവസമാണ് മാജിക് പ്രാക്ടീസിൽ എത്തി നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു 8 ദിവസം മാജിക് പ്രാക്ടീസിലൂടെ പോകുന്നവർക്ക് അറിയാൻ പറ്റാം അത്രയും എന്താ പറയുക, അത്രയും സന്തോഷമുള്ള നിമിഷത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ഓരോ നിമിഷം അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു രീതിയിലായിരിക്കും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ എട്ടാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ദ മാജിക് ഇൻഗ്രീഡിയൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മാജിക് ഇൻഗ്രീഡിയൻ്റ് എന്ന് അറിയാൻ നിങ്ങൾ ക്യൂരിയസ് ആണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കുട്ടിയെ പോലെയാണ് ഇരിക്കേണ്ടത്. ഒരു കുട്ടി ഒരു ഗെയിം കളിക്കുന്ന പോലെ ആയിരിക്കണം നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യം എന്താണ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിന് ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ഫുഡൊക്കെ എനിക്ക് കിട്ടിയില്ല, താങ്ക് യു എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. എല്ലാ മതസ്ഥരും ട്രഡീഷണലായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇസ്ലാമിലാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്നും പറയും. ആൻഡ് ക്രിസ്ത്യൻസിലൊക്കെ ആണെങ്കിൽ ഒരു ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു പ്രാർത്ഥന, കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു ചടങ്ങായിട്ടാണ് പല സമയത്തും നമ്മൾ ചെയ്തു പോകാറുള്ളത്. ശരിക്കും അത് മനസ്സിലും ഫീൽ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങളുടെ മുന്നിലൊരു ഫുഡ് എത്തിക്കഴിഞ്ഞാൽ അതിനി ചോറും കറിയൊക്കെ ആയിക്കോട്ടെ, അത് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ, ഇതെൻ്റെ മുന്നിൽ എത്തി എന്നുള്ളതിന് മാത്രമാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ടത്. നോ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചോറ് നമ്മുടെ മുന്നിൽ എത്താൻ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ. ഏതോ നമുക്ക് പോലും അറിയാത്ത ഏതോ ഒരു നാട്ടിൽ ഒരു കർഷകന് അവൻ്റെ ഒരു വിത്തിട്ട് മണ്ണിൽ പാകി അതിന് വേണ്ട വെള്ളവും വളവും അതിനുള്ള പരിപാലനം എല്ലാം കൊടുത്ത് അത് വലുതാക്കി അതിൽ നെയ്ത്തും കൊയ്യും ഒക്കെ കഴിഞ്ഞ് എന്തൊക്കെ പ്രോസസ്സ് ഉണ്ടല്ലേ. ഒരു നെല്ലിൽ നിന്ന് അരിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിലൂടെ ഒക്കെ പോയി ആ പ്രോസസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേര് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. അതിന് ശേഷം അത് അരിയായി മാറിയതിന് ശേഷം അത് നമ്മുടെ നാട്ടിലേക്കൊരു എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ വഴി നാട്ടിലേക്ക് എത്തുന്നു, നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു കടയിൽ അത് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ട് അത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ഒരു അരി തന്നെ, ഈ ഒരു ചോറ് തന്നെ നമ്മുടെ മുന്നിൽ പാകമായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര പേരോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം. അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫുഡ് നിങ്ങളുടെ മുന്നിൽ, അത് എന്ത് ഫുഡാവാം, ഇതിൻ്റെ ബാക്കിൽ ജോലി ചെയ്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ ഒന്ന് ഓർത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്നറിയോ, ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഗ്രേറ്റ്ഫുൾ ആയി മെല്ലെ ഒരു സംഭവം ഇങ്ങനെ വിതറി കൊടുക്കുക, ഒരു മാജിക്, ഇങ്ങനെ ഒരു മാജിക് ഇൻഗ്രീഡിയൻ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ പറയും അല്ലേ. ചില ആളുകൾക്ക് ഭയങ്കര കൈപ്പുണ്യം എന്നൊക്കെ പറയും അല്ലേ. ഇതേപോലെ കൈപ്പുണ്യത്തിൻ്റെ ഒരു സീക്രട്ട്, ഇനി നിങ്ങൾ ഫുഡ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ആലോചിക്കുക, ഇതൊക്കെ എത്ര പേര് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്കാണ് ഞാനിത് കുക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ആ താങ്ക് യുടെ ആ ഒരു വൈബ്രേഷൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ്, ഇങ്ങനെ മാജിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് അതിൽ ബെതറിയാൽ എന്നും ഇല്ലാത്തൊരു ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫുഡ്, വെള്ളം ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ ഈ ദിവസം കുടിക്കുന്നത് കഴിക്കുന്നത് അതിനെ നിങ്ങളെ മുന്നിൽ എത്തിയതിന് എത്ര പേര് അതിന് ബേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മുടെ സൃഷ്ടാവിനും കൂടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൈൻഡ്ഫുള്ളായിട്ട് കുടിക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. ആൻഡ് മാജിക് ഇൻഗ്രീഡിയൻ്റ് ഇങ്ങനെ അതിലേക്ക് വിതറി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് പോയിന്റ് വൈസായിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ എന്താക്കുന്നു, രാവിലെ എഴുന്നേറ്റ് ഉടനെ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു.
അത് എഴുതി കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ തിങ്. രണ്ടാമത്തെ തിങ്, നമ്മൾ അന്ന് രാവിലെ മുതൽ രാത്രി കിടക്കുന്നവരെ എന്തൊക്കെ കഴിക്കുന്നു, എന്തൊക്കെ കുടിക്കുന്നു, അത് അത്രയും ഗ്രേറ്റ്ഫുൾ ആവും. അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചവർക്ക്, ഫാർമർ ആയിക്കോട്ടെ, അതുപോലെ അതിൻ്റെ വർക്കേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ച ആളുകളായിക്കോട്ടെ, കുക്ക് ചെയ്ത ആളുകളായിക്കോട്ടെ, ആർക്കായാലും അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിലിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു മാജിക് ഇൻഗ്രീഡിയൻറ്റ്, നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാജിക് ഇൻഗ്രീഡിയൻറ്റ് ഇങ്ങനെ മെല്ലാണ്ട് വിതറി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഫുഡ്. അത്ര ആ ഒരു മാജിക് ഇൻഗ്രീഡിയൻറ്റ് കൂടെ കൂട്ടിയിട്ട് വേണം ഇന്നത്തെ ഫുഡ് നിങ്ങൾ കഴിക്കാൻ, അല്ലെങ്കിൽ വെള്ളം നിങ്ങൾ കുടിക്കാൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇവിടെ അറിയിക്കാം. എന്നോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മീറ്റപ്പിന് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യും, കണ്ടിട്ട് ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഡെഫിനറ്റ്ലി നല്ലൊരു മാറ്റം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അബൻഡൻസ്, ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, നമ്മുടെ എല്ലാ ഏരിയയിൽ കൂട്ടിയാണ് ഇത് പോകുക. നിങ്ങളുടെ ഡ്രീംസ്, അതുപോലെ ഹെൽത്ത് വൈസ്, കരിയർ വൈസ്, എല്ലാ റിലേഷൻഷിപ്പ്, എല്ലാ ഏരിയയിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസസ് കൊണ്ടുപോകുന്നത്. അതിലൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് അപ്ഡേഷൻ എന്തായാലും കാണാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് കാണാം. ഓക്കെ, ബൈ.